ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു. ശ്രീ ഗുരുഭ്യോ നമഃ. രാമം രത്നകിരീടകുണ്ടലധരം കേയൂരഹാരാന്വിതം സീതാലങ്കൃതവാമവാഗമമലം സിംഹാസനസ്ഥം പ്രഭും സുഗ്രീവാദിസമസ്തവാനരഗണേ സംസേവ്യമാനം സദാ വിശ്വാമിത്രപരാശരാദിമുനിഭിः സംസ്തൂയമാനം ഭജേ. എല്ലാവർക്കും നമസ്കാരം. വാൽമീകി രാമായണം സുന്ദരകാന്ഡം 65-ാമത്തെ സർഗം. അഭിജ്ഞാനകഥനം. ചൂടാമണി പ്രദാനം ച, അതായത് അടയാളവാക്യം ഉണർത്തിക്കുന്നതും ചൂടാമണി കൊടുക്കുന്നതും. തതപ്രശ്രവണം ശൈലം തേ ഗത്വാ ചിത്രകാനനം പ്രണമ്യ ശിരസാ രാമം ലക്ഷ്മണം ച മഹാബലം യുവരാജം പുരസ്കൃത്യ സുഗ്രീവം അഭിവാദ്യ ച പ്രവൃത്തിം അത സീതായ പ്രവക്തോപചക്രമോ. അവർ സുന്ദരവനങ്ങൾ നിറഞ്ഞ പ്രസവണ പർവ്വതത്തിൽ ചെന്ന് വീണ്ടും രാമനെയും മഹാബലനായ ലക്ഷ്മണനെയും സുഗ്രീവനെയും അഭിവാദ്യം ചെയ്ത് ശിരസ് കുനിച്ച് നമസ്കരിച്ചു. രാവണാന്തപുരേ രോധം രാക്ഷസീഭിശ്ചതർജനം രാമേ സമനുരാഗം ച യശ്ചായ സമയകൃത ഏതദാഖ്യാതിതേ സർവേ ഹരയോ രാമസന്നിധോ. രാവണാന്തപുരത്തിൽ സീതയുടെ നിരോധം, രാക്ഷസികളുടെ ഭീഷണി, രാമനിലുള്ള പവിത്രമായ അനുരാഗം, രാവണൻ നിശ്ചയിച്ച കാലാവധി എന്നിവയെല്ലാം ആ വാനരന്മാർ ശ്രീരാമനോട് പറഞ്ഞു. വൈദേഹീം അക്ഷതാം ശ്രുത്വാ രാമസ്തുത്തരമബ്രവീത് ക്വ സീതാ വർത്തതേ ദേവി കഥം ച മയി വർത്തതേ ഏതന്മേ സർവമാഖ്യാത വൈദേഹ്യം പ്രതി വാനരാഹ. വൈദേഹിക്ക് ആപത്തൊന്നുമില്ലെന്ന് കേട്ട് രാമൻ പറഞ്ഞു, വാനരന്മാരെ, സീത എവിടെയാണ് വസിക്കുന്നത്? ദേവിക്ക് എന്നോടുള്ള ഭാവം എന്താണ്? സീതയെ സംബന്ധിച്ച ഈ കാര്യങ്ങളെല്ലാം എന്നോട് പറഞ്ഞാലും. രാമസ്യാഗതിതം ശ്രുത്വാ ഹരയോ രാമസന്നിധോ ചോദയന്തി ഹനുമന്തം സീതാവൃത്താന്തകോവിദം. രാമവാക്യം കേട്ട് വാനരന്മാർ സീതാവൃത്താന്തം ശരിയായി അറിയുന്ന ഹനുമാനെ രാമസന്നിധിയിൽ ചെല്ലാൻ പ്രേരിപ്പിച്ചു. ശ്രുത്വാദോ വചനം തേഷാം ഹനുമാൻ മാരുതാത്മജഃ പ്രണമ്യ ശിരസാ ദേവി സീതായൈ താം ദിശം പ്രതി ഉവാച വാക്യം വാക്യജ്ഞ സീതായ ദർശനം യഥാ. അവരുടെ വാക്കുകേട്ട് വായുപുത്രനും വാഗ്മിയുമായ ഹനുമാൻ സീത വസിക്കുന്ന ദിശയിലേക്ക് നോക്കി ശിരസ നമിച്ച് സീതാദർശന വൃത്താന്തം ഉണർത്തിച്ചു. സമുദ്രം ലംഘയിത്വാഹം സതയോജനമായതം അഗച്ഛം ജാനകീം സീതാം മാർഗമാണോ ദൃക്ഷയ. ജനകപുത്രിയായ സീതയെ കാണുവാനുള്ള ആഗ്രഹത്താൽ ഞാൻ 100 യോജന വിസ്താരമുള്ള സമുദ്രം ചാടിക്കടന്നു ചെന്നു. തത്ര ലങ്കേതി നഗരീ രാവണസ്യ ദുരാത്മന ദക്ഷിണസ്യ സമുദ്രസ്യ തീരേ വസതി ദക്ഷിണേ. അവിടെ ദക്ഷിണ സമുദ്രത്തിന്റെ തെക്കേ കരയിൽ ദുഷ്ടനായ രാവണന്റെ ലങ്കാനഗരം സ്ഥിതി ചെയ്യുന്നു. തത്ര ദൃഷ്ടാമയാ സീത രാവണാന്തപുരേ സതി സന്യസ്യാതൊയ് ജീവന്തി രാമ മനോരഥം. ശ്രീരാമചന്ദ്ര, അവിടെ രാവണൻ അന്തപുരത്തിൽ പതിവ്രതയും ഹൃദയാഹ്ലാദകാരിണിയുമായ സീതയെ ഞാൻ കണ്ടു. ഭഗവാനോടുള്ള പരിശുദ്ധ സ്നേഹം ഹൃദയത്തിൽ വെച്ചുകൊണ്ട് അവൾ ജീവനെ നിലനിർത്തുന്നു. ദുഷ്ടാമേ രാക്ഷസീ മധ്യേ തർജ്യമാനാ മുഹുർമുഹുഃ രാക്ഷസീഭിർവിരൂപാഭി രക്ഷിതാ പ്രമദാവനേ. അന്തപുര ഉദ്യാനത്തിൽ കാവൽക്കാരികളും വിരൂപിണികളുമായ രാക്ഷസികളുടെ ഭീഷണി കേട്ട് ഭയപ്പെട്ടുകൊണ്ട് അവർ ഇരിക്കുന്നത് ഞാൻ കണ്ടു. ദുഃഖമാസാദ്യതേ ദേവി സദാ ദുഃഖോദിത സതി. ദുഃഖാർഹയല്ലാത്ത പതിവ്രതയായ ദേവി അത്രയും തീവ്രമായ ദുഃഖം അനുഭവിക്കുന്നു. രാവണാന്തപുരേ രുദ്ധ രാക്ഷസീഭി സുരക്ഷിത ഏകവേണീധരാധീന ത്വയി ചിന്താപരായണ അധശയ്യ വിവർണാംഗീ പത്മിനീ വഹി മാഗമേ രാവണാദ്വിനിവൃത്താർത്ഥ മർത്തവ്യകൃത നിശ്ചയ ദേവി കഥഞ്ചിത് കാകുസ്ത ത്വന്മനാമാർഗിതമയ. ദേവി രാവണാന്തപുരത്തിൽ ഏകവണീധരയായി വെറും നിലത്ത് രാക്ഷസികളാൽ സുരക്ഷിതയായി മഞ്ഞുകാലത്തെ താമര പോലെ വീർപ്പുമുട്ടി കഴിയുന്നു. രാവണനിൽ നിന്ന് രക്ഷപ്പെടാൻ വഴി കാണാതെ ജീവത്യാഗം ചെയ്യാൻ ഉറച്ച് ദീനയായിരിക്കുന്ന ദേവി ഭവാനിൽ ഹൃദയാർപ്പണം ചെയ്ത് ഭവാനെ തന്നെ ധ്യാനിച്ചു കൊണ്ടിരിക്കുന്നതായി ഞാൻ കണ്ടു.
ഇക്ഷ്വാകു വംശവിഖ്യാതിം ശനേ കീർത്തയദാനക സ മയാ നരശാർദൂല വിശ്വാസം ഉപപാദിത. പുണ്യശ്ലോകനായ പുരുഷോത്തമ, ഞാൻ ഇക്ഷ്വാകു വംശപെരുമ പ്രകീർത്തിച്ചുകൊണ്ട് ദേവിക്ക് എന്നിൽ മെല്ലെ മെല്ലെ വിശ്വാസം ജനിപ്പിച്ചു. തത സംഭാഷിത ദേവി സർവമർത്ഥം ച ദർശിത രാമസുഗ്രീവ സഖ്യം ച ശ്രുത്വാ പ്രീതിമുപാഗത. പിന്നെ ദേവി സംഭാഷണം ചെയ്തു. ഞാൻ എല്ലാ കാര്യങ്ങളും അറിയിച്ചു. രാമസുഗ്രീവ സഖ്യത്തിൻ്റെ കഥ കേട്ട് അവർ സന്തോഷിച്ചു. നിയതസമുദാചാരോ ഭക്തിശ്ചാസ്യാസ്തദാ അങ്ങയിലുള്ള ഭക്തി, പാതിവൃത്യനിഷ്ഠ എന്നീ കാര്യങ്ങളിൽ മനസ്സൂന്നി ദേവി കഴിയുന്നു. ഏവം മയാ മഹാഭാഗ ദൃഷ്ടാ ജനകനന്ദിനി ഉഗ്രേണ തപസായുക്ത ത്വൽഭക്ത്യാ പുരുഷർഷഭ. പുരുഷോത്തമ, അങ്ങയിലുള്ള ഭക്തിയാകുന്ന ഉഗ്ര തപസ് അനുഷ്ഠിച്ചു കഴിയുന്ന ജനകനന്ദിനിയായ മഹാഭാഗയെ ഞാൻ കണ്ടു. അഭിജ്ഞാനം ജമേ ദത്തം യഥാവൃത്തം തവാന്തികേ ചിത്രകൂടേ മഹാപ്രാജ്ഞ മായസം പ്രതി രാഘവ. മഹാപ്രാജ്ഞനായ രാഘവ, ചിത്രകൂടത്തിൽ അങ്ങയുടെ മുന്നിൽ വെച്ച് നടന്ന കാകവൃത്താന്തം അഭിജ്ഞാനമായി അറിയിക്കാൻ എന്നോട് പറഞ്ഞു.